ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ കള്ളപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഇതിനെ വട്ടയപ്പം എന്ന് പറയും. അത് സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് കള്ള്, തേങ്ങാ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയ കള്ളാണ്. പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കാം. പിന്നെ അതിലേക്ക് ചേർക്കാൻ 2 സ്പൂണ് ചോറുമാണ് ചേർക്കുന്നത്. അതല്ലാണ്ട് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് ഈസ്റ്റോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുക്കുകയാണ്. നന്നായി അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. കള്ള് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുപ്പിയിലേക്കാണ് തേങ്ങാവെള്ളം അരിച്ചെടുത്തിരിക്കുന്നത്. കുപ്പിപ്പാത്രങ്ങൾ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഭരണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഗോതമ്പ് നുറുക്ക് ഒരു 2 സ്പൂണ് ഗോതമ്പ് നുറുക്കും ചേർത്താൽ മതി. പിന്നെ നമുക്കൊരു 6 സ്പൂണ് 6-7 സ്പൂണ് മധുരത്തിനനുസരിച്ച് നല്ല മധുരം കിട്ടാൻ വേണ്ടി കൂടുതലും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം. പഞ്ചസാര നല്ല ഇളകാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു ദിവസം വെച്ചാൽ തന്നെ നമുക്കതൊരു മധുരക്കള്ള് പോലെ നമുക്ക് കിട്ടും. നല്ലൊന്ന് അടച്ചിട്ട് നല്ല ഇരുട്ടത്ത്, നല്ല വെയിലൊന്നും കൊള്ളാതെ ഇരുട്ടത്ത് കൊണ്ടുപോയി വെക്കണം. ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എടുത്തു നോക്കിയാണ്. അപ്പോൾ നല്ല കള്ളിൻ്റെ വെളുത്ത കളറൊക്കെ വന്നിട്ടുണ്ട്. തുറന്നു നോക്കാം. അത് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കളറ് ശരിക്കും മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് ഞങ്ങൾ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. കള്ളപ്പത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പരച്ചു വെച്ച മാവ് പിറ്റേ ദിവസത്തേക്ക് രാവിലെ എടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ആ മാവാണ് ഈ കാണുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 2 ഏലക്കായ തൊലി കളഞ്ഞ കുരു മാത്രം പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു പ്ലേറ്റിൽ നെയ്യ് ചേർത്തിട്ട്, നെയ്യോ എണ്ണയോ ഓയിൽ എന്തായാലും മതി, അത് ചേർത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇത് നാടൻ നെയ്യ് വീട്ടിലുണ്ടാക്കിയതാണ്. ഇനി ഇത് ഇഡ്ഡലി ചെമ്പിൽ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ആവിയിൽ വേവിച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കുമ്പോഴേ വെന്ത് വരും. അപ്പോൾ കള്ളപ്പം വെന്തിട്ടുണ്ട്. അത് പുറത്തേക്ക് എടുത്തു. ഒന്ന് തണുത്തതിന് ശേഷം വേണം അതിൽ നിന്ന് വേറെടുത്തിയെടുക്കാൻ. അപ്പോൾ ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് സൈഡ് ഒന്ന് ഇങ്ങനെ അടർത്തി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർന്ന് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ സോഫ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പം കിട്ടിയത്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്പോഞ്ച് പോലെ തന്നെയാണ് നമ്മുടെ അപ്പം ഉള്ളത്. ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിൽ തേങ്ങാവെള്ളത്തിൽ നിന്ന് കള്ളുണ്ടാക്കുന്ന സമയത്ത് ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഒരു മധുരം ഉണ്ടായിരിക്കും. പിന്നെ ഏലക്കായുടെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.